നമസ്കാരം. കാലിഫോർണിയയിൽ കാറ്റ് ശക്തമായി തുടരുന്നത് മൂലം നിയന്ത്രിക്കാനാകാതെ കാട്ടുതീ പടരുകയാണ്. കഠിന പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ലോസ് ആഞ്ചലസിന്റെ വലിയൊരു ഭാഗത്തെ നക്കിത്തുടച്ച തീ നിയന്ത്രണത്തിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തീ അയൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നതായാണ് റിപ്പോർട്ട്. ഇതിനകം 23,000 ഏക്കറോളം കത്തിനശിച്ചു. കൊല്ലപ്പെട്ടവർ 16ആയി. 13 പേരെ കാണാതായതും റിപ്പോർട്ടുകൾ പറയുന്നു. 10,000 വീടുകളുടെ നാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 2.5 ലക്ഷത്തോളം പേരെയാണ് ഒഴിപ്പിച്ചത്. 15,000 കോടി US$ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. തീപിടുത്തത്തെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്ക കണ്ട ഏറ്റവും നാശം വിധിച്ച തീപിടുത്തമായി ഇത് മാറുമെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 10,000-ലധികം കെട്ടിടങ്ങളാണ് കത്തിനശിച്ചതെന്നാണ് ഔദ്യോഗിക കണക്ക്. തീ വ്യാപിക്കാൻ കാരണമായ ശക്തമായ കാറ്റ് തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 6 തീപിടുത്തം ഉണ്ടായത്. ഇവയെല്ലാം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും സജീവമായി തുടരുകയാണ്. തീ അണയ്ക്കാൻ വിമാനങ്ങളും മറ്റും ഉപയോഗിച്ച് ശ്രമം നടത്തുന്നുണ്ട്. അഗ്നിരക്ഷാസേനയുടെ ശ്രമം വിഫലമാകുന്ന കാഴ്ചയാണ്. തീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാനാണ് ശ്രമം. എന്നാൽ തീപിടുത്തത്തെ വ്യാപ്തി വളരെ വലുതായതിനാൽ ഇത്തരം ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ്. ബ്രെന്റ്വുഡിലേക്കും വ്യാപിക്കുകയാണ് കാട്ടുതീ എന്നാണ് റിപ്പോർട്ട്. തീപിടുത്തത്തെ തടയാൻ ഹെലികോപ്റ്ററിൽ വെള്ളമടിക്കൽ തുടരുകയാണ്. എന്നാൽ ജ്വലിക്കുന്ന കുന്നുകളിൽ ഇവയൊന്നും കാര്യമായി ഏൽക്കുന്നില്ലെന്നാണ് സൂചന. ഹോളിവുഡ് സൂപ്പർ സ്റ്റാറും മുൻ കാലിഫോർണിയ ഗവർണറുമായ അർണോൾഡ് ഷ്വാസ്നെഗർ, ഡിസ്നി ചീഫ് എക്സിക്യൂട്ടീവ് ബോബ് ഇഗർ, NBA താരം ലെബ്രോൺ ജെയിംസ് എന്നിവരുടെ വീടുകൾ ബ്രെന്റ്വുഡിലാണുള്ളത്. ഇവിടെയുള്ളവരോട് പലായനം ചെയ്യാൻ നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. ഷ്വാസ്നെഗറിന്റെ ടെർമിനേറ്റർ ഡാർക്ക് ഫേറ്റ് എന്ന ഹോളിവുഡ് പ്രീമിയർ പ്രദേശത്ത് തീ പടർന്നതിനാൽ റദ്ദാക്കി. ഈ തീ തമാശയല്ല, ലെബ്രോൺ ജെയിംസ് ട്വീറ്റ് ചെയ്തു. തന്റെ വീട് അടിയന്തരമായി ഒഴിയേണ്ടി വന്നുവെന്നും ജെയിംസ് പറഞ്ഞു. ഒഴിപ്പിക്കൽ മേഖലയിൽ സ്വന്തമായി വീടുള്ളവരിൽ സെനറ്റർ കമല ഹാരിസും ഉൾപ്പെടുന്നു. വാൻ ഗോഗ്, റൈംബ്രാൻഡ്, റൂബൻസ്, മോനെറ്റ്, ഡെഗാസ് എന്നിവരുടെ മാസ്റ്റർ പീസുകൾ ഉൾപ്പെടെ 1,25,000-ലധികം കലാസൃഷ്ടികൾ സൂക്ഷിച്ചിരുന്ന ഹിൽ ടോപ്പ് മ്യൂസിയമായ ഗെറ്റി സെന്ററും ഒഴിപ്പിക്കൽ മേഖലയിലാണ്. കെട്ടിടത്തിന് ഇതുവരെ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. 7 അയൽ സംസ്ഥാനങ്ങളും ഫെഡറൽ ഗവൺമെന്റും കാനഡയും മെക്സിക്കോയും കാലിഫോർണിയയിലേക്ക് വിഭവങ്ങൾ എത്തിക്കുന്നുണ്ട്. തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.